Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഫേക്ക് നെയിൽസ് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഫേക്ക് നെയിൽസ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും പിന്നെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നും എത്ര പ്രൈസ് ആയെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് പിന്നെ എക്സ്പീരിയൻസ് കൈൻഡ് ഓഫ് വീഡിയോസ് അല്ല ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉറപ്പിക്കാതെ കുറച്ചധികം ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്കമിങ് വീഡിയോസിൽ. പിന്നെ സൈക്കോളജി റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇങ്ങനത്തെ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പം ഇനി എങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നാലും എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ആ വീഡിയോ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ വാങ്ങിച്ച ഫേക്ക് നെയിൽസ് എന്ന് പറയുന്നത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് 255 റുപ്പീസിനാണ്. പക്ഷേ അതിലിപ്പോൾ കിടക്കുന്നത് 317 റുപ്പീസിനാണ്. പക്ഷേ ഓഫേഴ്സൊക്കെ പോയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് 270 റുപ്പീസിന് കിട്ടും എന്നാണ് ഇപ്പോഴത്തെ ഓഫറിൽ കിടക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇത്രയും സാധനങ്ങളുള്ള ഒരു അഫോർഡബിൾ റേറ്റ് വേറെ എങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഇറ്റ് വാസ് വെരി ഓക്കെ. സോ ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ഗ്ലൂസ് ഉണ്ട്. പിന്നെ ഇതാണ് 2 ഗ്ലൂസ്. പിന്നെ ഇത് നമ്മളുടെ ടേപ്പ് ചെയ്യേണ്ട ഒരു ഇതാണ്. നമ്മുടെ നെയിൽസിൽ നമ്മൾ ഓരോ ഡിസൈൻസ് വെക്കുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ അപ്പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേപ്പ് വെച്ചിട്ടാണ് ഒരു സൈഡിൽ മാത്രം കളർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പെയിൻറ്റിങ് ബ്രഷാണ്. അപ്പം നെയിൽ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഇതൊരു പെയിൻറ്റിങ് ബ്രഷാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 40 പീസസിൻ്റെ ഗ്ലിറ്ററിൻ്റെ ബോക്സസ് ആണ്. അപ്പോൾ ഒരെണ്ണം ഇതിൽ ബ്രോക്കൺ ആയിരുന്നു. ഇത് ഫുള്ള് സ്പ്രെഡായിട്ട് കിടക്കുമായിരുന്നു. ഒരു പിങ്ക് ഗ്ലിറ്റർ ആയിരുന്നു അത്. സോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രശ്നം. ബാക്കി വെച്ച് നോക്കുമ്പോൾ എവറിത്തിങ് വാസ് ഫൈൻ. ഇത് പലതരത്തിലുള്ള ഗ്ലിറ്റേഴ്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. സോ ഇതൊരു ഗ്ലിറ്റർ ടൈപ്പ് ആണ്. നമുക്ക് നെയിൽ ആർട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ നെയിൽസിലൊക്കെ നമ്മൾ ഗ്ലിറ്റർ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ ജസ്റ്റ് ആയിട്ടൊന്ന് ഡെമോയിൽ ഞാനിങ്ങനെ എൻ്റെ നെയിൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ഡിസൈൻസ് ഇവിടെ കുറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ആൻഡ് പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് ഒരു 100 നെയിൽസിൻ്റെ പാക്കറ്റാണ്. സോ ഇത് നമുക്ക് നമ്മളുടെ ഹാൻഡ്സിന് എന്താ പറയുക, നമ്മുടെ ഹാൻഡ്സിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു നെയിൽസ് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ക്യൂട്ടിക്കിൾ വെച്ച് പുഷ് ചെയ്യും. പിന്നെ നമ്മളുടെ ഇവിടെയുള്ള ക്യൂട്ടിക്കിൾസൊക്കെ കട്ട് ചെയ്ത് കളയും. പിന്നെ വേറെയും കുറേ ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കറക്റ്റ് നെയിൽ ഷേപ്പ് ആക്കിയിട്ടാണ് അവർ ഈ ഒരു ഫേക്ക് നെയിൽസ് നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും എഫേർട്ട് എടുക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം എൻ്റെ നെയിൽസ് കണ്ടാൽ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവും. ഈ ആർട്ടിഫിഷ്യൽ നെയിൽസിനെ കുറിച്ച് കുറച്ച് ബോധമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കാണാൻ മനസ്സിലാവും. പക്ഷെ അല്ലാത്തവർക്ക് മനസ്സിലാവില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ നെയിൽസ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കി നെയിൽസിനൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് അപ്പം ഒരു നെയിൽ വെച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിന് മുന്നേ ഞാനൊരു ചെറിയൊരു കവർ നെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോത്തീസിൽ നിന്നാണ് അത് വാങ്ങിച്ചത്. ഹൈപ്പർ മാർക്കറ്റ് ഏറ്റവും മേളിലത്തെ നിലയിൽ നമ്മൾ ഈ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്ന സ്ഥലമുള്ള അവിടെ ഫേക്ക് നെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫേക്ക് നെയിൽസിൻ്റെ കൂടെ 2 ഗ്ലൂസും കിട്ടുമായിരുന്നു. 2 ഗ്ലൂസില്ല, ഒരു ഗ്ലൂസ് കിട്ടുമായിരുന്നു. പക്ഷെ ഞാനത് യൂസ് ചെയ്തപ്പോഴത്തേ ഗ്ലൂ ഒട്ടും ഗ്ലൂയിങ് അല്ലായിരുന്നു. മീൻസ് അത് ഫുള്ള് കട്ട പിടിച്ചിരുന്നു. പിന്നെ നമുക്കത് ഫേക്ക് നെയിൽസ് നമുക്കത് ഒട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് ഫേക്ക് നെയിൽസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് എങ്ങനെ വെക്കണം, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നെയിൽസിലേക്ക് ഇത് പുഷ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ കുറേ റിസർച്ച് നടത്തി. ഈ നെയിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൊഫഷണൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ബ്യൂട്ടി സലൂണിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. റേറ്റിനെ പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് റേറ്റ് ആവും. ഇതിന് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ വേർത്ത്ലെസ് ആണ്. ഇപ്പം നിങ്ങൾ റിച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ചെയ്യാം. നിങ്ങൾക്കൊരു ഇത്രയും കഷ്ടപ്പെടാൻ വയ്യ, ഇത്രയും ഇങ്ങനെ കിടന്ന് ഒക്കെ അതാവാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് ഒരു സലൂണിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സലൂണിൽ പോയി ചെയ്താലും 2-3 വീക്സിനകം അത് പോവും. എവിടെ വെച്ച് ചെയ്തത്. ഇപ്പം നമ്മളൊരു സാധനം നമുക്ക് ഒരുപാട് നാൾ നമ്മളുടെ കയ്യിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് വരുമല്ലോ. ഇപ്പോൾ ഫേക്ക് നെയിൽസ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്താലും
അതൊരു 2 വീക്സ് കഴിയുമ്പോൾ അതിൻ്റെ ഇത് കുറയാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്താണ് നമ്മൾ ഈ ഒരു നെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 വീക്സ് കഴിഞ്ഞ് അത് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. പോകുമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നമുക്കൊരു മടുപ്പ് വരുമോ ഇത് കുറേ നല്ല. ഇപ്പോൾ ഒരു ക്യൂടെക്സ് ഇടുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് മാറ്റാനുള്ള സമയം, അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് വെച്ച് റിമൂവ് ചെയ്ത് അത് പോകും. പക്ഷേ ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പൈസയും കൂടെ നമ്മൾ ആലോചിക്കണം. സോ നമ്മൾ വേർത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു മെത്തേഡ് വേണം ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഞാൻ ഈ ഒരു ഫേക്ക് നെയിൽസിനെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഓഫറിൽ വന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് ഒരു 100 നെയിൽസ് ഉണ്ട്. പല സൈസിലുള്ളതുണ്ട്. നമ്മുടെ തംസിലുള്ളത് 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, പിന്നെ ഈ റിംഗ് ഫിംഗർ, പിന്നെ നമ്മുടെ ഈ പിങ്കി ഫിംഗർ, ഇത് എല്ലാ ഫിംഗറിലും വയ്ക്കാനുള്ള നെയിൽസ് ഇതിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത്രയും വലിയ ഒരു നെയിൽസാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ തംസ് ചിലപ്പോൾ ഇത്രയും വലുതായിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെയിൽ കട്ടർ കാണുമല്ലോ വീട്ടിൽ, ആ നെയിൽ കട്ടർ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പം ഞാനത് ഷേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ തന്നെ ഇത് ഭയങ്കര വലുതാണ്, അത്യാവശ്യം നല്ല വലുതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി യക്ഷിയുടെ നഖം കണക്കിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു 2 സൈഡിൽ കട്ട് ചെയ്യുക. നെയിൽ കട്ടർ വെച്ചിട്ട് 2 സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഷേപ്പ് വരും. ഇനി അതല്ല ഈ ഒരു നെയിൽസ് ഭയങ്കര ബോറാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു നെയിൽസ് ഉണ്ട്, ഇഷ്ടംപോലെ നെയിൽസ് ഉണ്ടല്ലോ, ഇപ്പുറത്ത് നെയിൽസ് ഉണ്ട്. ചിലപ്പം അവരുദ്ദേശിക്കുന്നത് 4 ഫിംഗറിൽ വയ്ക്കാനായിരിക്കും. ആ നെയിൽസ് ചിലപ്പോൾ നമ്മുടെ തംസിൽ സ്യൂട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം ഓക്കെ പീസസ് ആയിരുന്നു, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം വന്നില്ല. ഇത് കുറച്ചും കൂടെ സൈസ് ചേർന്നത്, പലതും പല സൈസാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്തായിരുന്നു, പക്ഷെ അത് ചെറുതായിട്ട് ഫ്ലോപ്പായി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഈ ഒരു നെയിൽസ് വെച്ചിട്ട് ചെയ്തതാണിത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നെയിൽ പോളിഷ് വെച്ച് പിന്നെ കുറച്ച് ഗ്ലിറ്ററും ചെയ്ത് പിന്നെ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ 100 പീസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് വയ്ക്കാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്ലാസ്റ്റിക്കാണ്, ഓക്കെ ABS പ്ലാസ്റ്റിക്കാണ് ഈ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. 100% ABS പ്ലാസ്റ്റിക്കാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഈ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ബിഗിനർ എന്നുള്ള രീതിക്ക് നമ്മൾക്ക് ഈ ഒരു നെയിൽസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് ഇതിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് ഇതാ ഇത്രയും നെയിൽ ആർട്ട് ബ്രഷസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പല തരത്തിലുള്ള ബ്രഷസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ നെയിൽ ആർട്ട് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ഫൈൻ ലൈൻസ് വരയ്ക്കണമെങ്കിലൊക്കെ ഇങ്ങനത്തെ ബ്രഷ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പല കളറിലുള്ളതും ഉണ്ട്. ഇതിപ്പം കളർ ഏതായാലും നമുക്ക് ബ്രഷിൻ്റെ യൂസ് സെയിം തന്നെയാണ്. ഓക്കെ, ഇത്രയും ബ്രഷസ് ആണ് വരുന്നത്, 15 ബ്രഷസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 240-250 റുപ്പീസിന് ഇത്രയും വരുന്നത് അഫോർഡബിൾ ആണ്, മാത്രമല്ല വേർത്തിയും ആണ്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും മറ്റേ ക്യാൻവാസിൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നെയിൽ ആർട്ട് ഞാൻ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഇതിപ്പോൾ മൾട്ടിപ്പിൾ പർപ്പസ് ആണ് എനിക്ക്. ഞാനിപ്പോൾ അത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് സംഭവം. കാണാമോ? ഓക്കെ, ഇത്രയും ബ്രഷസ് കിട്ടും, ആ 100 നെയിൽസ് കിട്ടും. പിന്നെ ഉള്ളത് ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതാ ഈ ഒരു ഡോട്ടിങ് പെൻസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഡോട്ടിങ് പെൻസും ഉണ്ട്. അപ്പോൾ ഇത് പല സൈസിൻ്റെ ആണുള്ളത്. മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്, സ്മോൾ ഉണ്ട്, പല സൈസ് ഉണ്ട്. ഇത്രയും വലുതും ഉണ്ട്, ഇത്രയും വലുതും ഉണ്ട്, പിന്നെ ഇത്രയും ചെറുതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്യൂടെക്സ് വെച്ചിട്ട് നമുക്കൊരു പൂ വരയ്ക്കണമെങ്കിലൊക്കെ നമ്മൾ ഇത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 3 നെയിൽ ടേപ്പാണ്. 3 ടേപ്പാണ്. ഈ ഒരു 3 ടേപ്പ് ഇതിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2 ഗ്ലൂ ആണ്. പിന്നെ ഗ്ലൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നുള്ളൂ ഇത് യൂസ് ചെയ്തത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത് ഞാൻ നെയിലിൽ അപ്ലൈ ചെയ്ത സമയത്ത് നല്ല രീതിക്ക് എരിച്ചിലുണ്ടായിരുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു ഓ ഗോഡ് ഇത് മറ്റേ സൂപ്പർ ഗ്ലൂ ഒക്കെ നമ്മുടെ കയ്യിൽ ഒഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബേണിങ് സെൻസേഷൻ ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും ആവും, നീറുവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നീറ്റിലൊക്കെ പോയി. ഇത് ഫസ്റ്റ് നമ്മളിത് ഒരു പിന്ന് വെച്ചിട്ട് നമ്മളൊരു പിന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ രണ്ട് ഗ്ലൂവേഴ്സാണ് വരുന്നത്. ഫെവിക്വിക്കിൻ്റെ ഒക്കെ ഒരു സെൻസേഷനാണ്, നമ്മുടെ കയ്യിൽ വീണാലുള്ള ആ ഒരു സെൻസേഷനാണ് ഇതുണ്ടായത്. എനിക്ക് തോന്നുന്നു നെയിൽ ആർട്ട് ചെയ്യുമ്പോഴും അവർ ആ ഒരു പശ വെച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്രയും സ്റ്റിക്കി ആയിട്ടിരിക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗ്ലൂ ആണിത്. ഇതിൽ ആൽഫ സയാനോ ആക്രിലേറ്റ് ആസിഡ് ആണുള്ളത്. സോ അതാണെന്ന് തോന്നുന്നു ഇത്രയും ബേണിങ് സെൻസേഷനൊക്കെ ഉള്ളത്. ഐ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. കൊച്ചു പിള്ളേർക്കൊന്നും ഇത് കൊടുക്കരുത് കയ്യിൽ, കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണിത്. ഓക്കെ, അപ്പം കുട്ടികളൊന്നും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. വാങ്ങിച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ പാരൻസിൻ്റെയോ അഡൾട്ട്സിൻ്റെയോ സൂപ്പർവിഷനിൽ വേണം തന്നെ ചെയ്യാനായിട്ട്. ഇനി വരുന്നതാണ് ലാസ്റ്റ് നമ്മളുടെ ഈ ഗ്ലിറ്റേഴ്സിൻ്റെ ബോട്ടിലെന്ന് പറയുന്നത്. ചിലതൊക്കെ നിറഞ്ഞാണ് ഇരിക്കുന്നത്, പക്ഷെ ചിലതിലൊന്നും അത്രയ്ക്കും നിറഞ്ഞല്ല ഇരിക്കുന്നത്. ഇഷ്ടംപോലെ ബോട്ടിൽസ് ഉണ്ട്. അതായത് 45 ഗ്ലിറ്ററിൻ്റെ ബോട്ടിൽസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പലതരത്തിലുള്ള ഗ്ലിറ്റേഴ്സ് ടൈപ്പ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ സ്റ്റാർ പോലെ ഇരിക്കുന്നുണ്ട്, കണ്ടോ? ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഒരെണ്ണമെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മൾക്ക് മിനുക്കം പോലെ ഇരിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ വെരി നൈസാണ്. നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് ഒരുപാട് ഫോട്ടോസൊക്കെ നോക്കി നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ബാക്കി നെയിംസൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാരണം ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് എനിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് നെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഫേക്ക് നെയിൽസൊക്കെ വെക്കണം, വീട്ടിൽ വെക്കണം, അധികം പൈസ ഇല്ല, നെയിം സലൂണിലൊന്നും പോകാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നെയിൽസ് വാങ്ങിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ് നമ്മുടെ മീഷോയിലൊക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു വൺ ടൈം യൂസ് ചെയ്തിട്ട് നമ്മളതങ്ങ് മാറ്റേണ്ടി വരും. അത്രയും രൂപ കൊടുത്ത് ഒരു 5-6-10 വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ഇത്ര രൂപ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ധരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു റിവ്യൂ, റാൻഡം റിവ്യൂ പോലെയാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ കിട്ടിയാൽ അത്രയും കൊള്ളാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ഉണ്ടല്ലോ. അപ്പം യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ഉണ്ടോ എന്ന്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.